ടൈറ്റൻസ് നമ്മുടെ നാട്ടിലെ ടാലന്റിന് യാതൊരു കുറവുമില്ല. പക്ഷെ നല്ലൊരു സ്ട്രക്ചേർഡ് ഈക്കോ സിസ്റ്റം ഇല്ല. ആ സ്പോർട്ടിംഗ് ഈക്കോ സിസ്റ്റത്തിന് നല്ലൊരു വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ചതാണ് കിബി സ്പോർട്സ്. കിബി സ്റ്റാൻഡ്സ് ഫോർ കിലേഗ ഇന്ത്യ ടു ബെഡേഗ ഇന്ത്യ. ടൈറ്റൻസ് കിബി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അത് സ്പോർട്സ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് രൂപം നൽകും. കിബി സ്പോർട്സ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ അത്ലറ്റ്സ്, കോച്ചസ്, സ്പോർട്സ് സ്റ്റാഫ്സ്, ന്യൂട്രീഷനിസ്റ്റ്, അക്കാഡമിക് ഫെഡറേഷൻസ് എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നാക്കിയിരിക്കുന്നു. ടൈറ്റൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ 2 ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് സ്പോർട്സ് ഓർഗനൈസേഷൻ ബോഡി. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ അക്കാഡമിക്, ഫെഡറേഷൻ, അസോസിയേഷൻസ് ആൻഡ് ക്ലബ്സ്. പിന്നെയാണെങ്കിൽ സ്പോർട്സ് അഫിലിയേറ്റ് മെമ്പേഴ്സ്. ഇതിൽ വരുന്നതാണ് അത്ലറ്റ്സ്, കോച്ചസ്, ന്യൂട്രീഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും. സ്പോർട്സ് ഓർഗനൈസേഷൻ ബോഡിക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു സോഫ്റ്റ്വെയർ വെബ് ടൂളാണ്. ആൻഡ് അഫിലിയേറ്റ് മെമ്പേഴ്സിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചത് കിബി മൊബൈൽ ആപ്പാണ്. ടൈറ്റൻസ് കിബിയുടെ മിഷൻ ഞങ്ങൾ എല്ലാ പ്ലേയേഴ്സിനും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രൊഫഷണൽ ലെവൽ വരെയും ഡിജിറ്റൽ വിസിബിലിറ്റി കൊടുക്കും. ആക്സസ് ടു റൈറ്റ് റിസോഴ്സസ് അറ്റ് ദ റൈറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നു. ടൈറ്റൻസ് ആസ് ആൻ അത്ലറ്റ്, എന്റെ നിഗമനം അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിന് ട്രെയിനിങ് ടൈമിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ നാടിന് വേണ്ടി മെഡൽ നേടിത്തരും. ടൈറ്റൻസ്, നിങ്ങൾ ഈ കിബിയുടെ മിഷനോട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാഗർ, ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു പ്രദീപ്. നിങ്ങളുടെ പേരൻസ് ഈ ഒരു അത്ലറ്റ് പ്രൊഫഷനെ പറ്റി ആലോചിച്ച് ആശങ്കാകുലരാണോ? അതെ. ഇന്ന് നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ പേരൻസ് മാത്രമല്ല, ഒരുപാട് പേരൻസ് കാണുന്നുണ്ട്. അതിൽ പലരുടെയും മക്കൾക്ക് അത്ലറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതായത് എല്ലാ പ്രൊഫഷനിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് അതിനോടുള്ള പാഷൻ ഒരിക്കലും തന്നെ മാറാൻ പാടില്ല. ഈ ഒരു ഉപദേശം തന്നെയാണ് നമ്മുടെ ടൈറ്റൻസും എല്ലാ ഐഡിയ ബസിനും കൊടുക്കാറ്. നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് ഇത് ആരംഭിച്ചത്? അപ്പോൾ ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു 21 വയസ്സ്. ഇപ്പൊ നിങ്ങൾക്ക് 26 വയസ്സ് അല്ലേ? സോ 5 വർഷം കൊണ്ട് നിങ്ങൾ ഇത് ഇവിടം വരെ കൊണ്ടുവന്നു. സോ ഇപ്പൊ നിങ്ങളുടെ കിബി ആപ്പിന് എത്ര ഉപഭോക്താക്കൾ ഉണ്ട്? സോ 15,000 പ്രൊഫഷണൽസ് സ്പോർട്സ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇതിൽ അത്ലറ്റ്സ്, പിന്നെ കോച്ചസ്, ന്യൂട്രീഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ എല്ലാം. നിങ്ങൾ അത്ലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നിങ്ങളുടെ പേരൻസ് എന്താണ് പറഞ്ഞത്? ഇത് സസ്റ്റൈനബിൾ അല്ല, ഇതിന് ചെലവിനുള്ള കാശുപോലും കിട്ടില്ല എന്നൊക്കെ ആയിരിക്കും അല്ലേ? സ്റ്റാർട്ടപ്പുകളുടെ ജേണി അങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. സോ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോഴും നിങ്ങളുടെ പിതാവ് അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റെ പേരൻസ് 2 പേരും പാരാമിലിറ്ററിയിലാണ്. അതുകൊണ്ട് അവർക്ക് ബിസിനസ് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. സോ ഞാനെപ്പോഴൊരു റബൽ കിഡാണ്. ഇതൊരു പർപ്പസ് ഡ്രിവൻ ആണ്, പാഷനാണ്, എന്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തന്നെ കളത്തിലിറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, അല്ല കോ ഫൗണ്ടേഴ്സും കൂടെ ഉണ്ടോ? ഇപ്പോൾ ഞാനൊരു സോളോ ഫൗണ്ടറാണ്. പിന്നെ ഒരുപാട് പേരുടെ കൂടെ ചേർന്ന് ഒരുപാട് എക്സ്പ്ലോറും ചെയ്യുന്നുണ്ട്. 24 പേരുടെ ഒരു ടീമുണ്ട്. 24 പേരുള്ള ടീമും ഉണ്ട് അല്ലേ? ഇത്രയും കാലം കൊണ്ട് ബിസിനസിന്റെ വളർച്ച എങ്ങനെയാണ്? ലാസ്റ്റ് ഇയർ ഞങ്ങൾ 3.07 CR ഞങ്ങൾ ക്ലോസ് ചെയ്തു ഫിനാൻഷ്യലി. സോ ഈ വർഷം ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 1 CR മന്ത്ലി റിക്കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. 21 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. 26ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് അതുമായിട്ട് വരികയും ചെയ്തു. വെരി ഗുഡ്. നിങ്ങളുടെ ആ സ്ലോഗൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേലേഗ ഇന്ത്യ തോ ബെഡേഗ ഇന്ത്യ. ലവ് ദ ബ്രാൻഡിംഗ്, ലവ് യുവർ സ്റ്റോറി. താങ്ക് യു. പ്ലാറ്റ്ഫോം എന്ത് ചെയ്യും, അത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ടൈറ്റൻസ്, ഞാനൊരു ലൈവ് ഡെമോയും കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഒരു അത്ലറ്റിനെ കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു തരാമോ? എന്റെ ഓൺ പ്രൊഫൈലാണ്. ഞാനൊരു അത്ലറ്റിനെ പോലെ ഇത് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് പ്രൊഫൈൽ. ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഷെയർ പ്രൊഫൈൽ വിത്ത് ബ്രാൻഡ്സ്. ബ്രാൻഡ് ക്യാമ്പയിൻസ് കാണാൻ സാധിക്കും. ബാർട്ടർ മോണിറ്ററി ഡീൽസ്, മോണിറ്ററി പ്ലസ് ബാർട്ടർ ഡീൽ ആൻഡ് ഓൾ. പിന്നെ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാനും സാധിക്കും. സോ സ്പോൺസർഷിപ്പ് ആസ് എ ബിസിനസ് ഡിജിറ്റലി മുഴുവനായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഇൻഫ്ലുവൻസ് ഓഫ് മാർക്കറ്റിംഗ് ഡീൽ, അതിന് BD ഈസ് ഈക്വൽ. അതിന് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്യും. ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന്. അതെ, ബ്രാൻഡ്സിന് വേണ്ടിയിട്ട്. കൂടാതെ നിങ്ങൾക്ക് ഈവന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവന്റ്സ് എല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും നിങ്ങളുടെ ഹോം പേജിൽ തന്നെ. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ തന്നെ ഡിസ്ട്രിക്ട് ലെവലില്, സ്റ്റേറ്റ് ലെവലില് ഓഫ്ലൈൻ അപ്രോച്ച് ആണ് ഉള്ളത്. ഫിസിക്കൽ ഫോംസ് മാത്രമേ ഷെയർ ആകുന്നുള്ളൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. പിന്നെ കോച്ചിന് പൈസ കൊടുത്താൽ മാത്രമേ കോച്ച് ഫെഡറേഷന് പൈസ കൊടുക്കുള്ളൂ. ഞങ്ങൾ ആ എല്ലാ പ്രോസസ്സും ഡിജിറ്റലാക്കി. സോ യു കൻ ഈസിലി രജിസ്റ്റർ ഇൻ ഈവന്റ്. ഇതെല്ലാം പ്രൊഫഷണൽ ഇവന്റ്സ് ആണല്ലേ? ഇതിൽ അമേച്ചർ ഇവന്റ്സും കൂടി ഉണ്ടോ? ഇല്ല, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. അമച്വർ ഇവന്റ്സ് അതിന്റെ ആവശ്യമില്ല. അത് വെരിഫൈ ചെയ്യാതെ കൺഫേം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവർക്ക് അവരുടെ സ്പോർട്സ് നീഡ്സിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാം.